വിദ്യാസാഗ, ഈ വിഷയത്തിൽ ഇന്ന് ബി.ജെ.പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ ഞങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. സങ്കീർണ സ്വഭാവമുള്ള സമൂഹം എന്ന വ്യാഖ്യാനത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് ഭരണഘടന അട്ടിമറിക്കലാണ്, മതാധിഷ്ഠിത സംവരണമാണ് അതുവഴി കോൺഗ്രസ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ബി.ജെ.പിയുടെ ഉത്തരവാദിത്തമാണ് എന്നും അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. അണ്ണാമലൈയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. Today Sam Pitroda says South is like Africans, Northeast is like Chinese, and we are struggling to run a country like that. So what I'm trying to say, who is Sam Pitroda? The advisor to Rajiv Gandhi, now advisor to Rahul Gandhi, continuously traveling. This kind of idiotic theories they have. Now we believe it is our duty to call out this in campaign. Say, look, before you vote, please be clear, this is what they are trying to do. Redistribution of wealth, yes, they are trying to do it. They want to take away your reservation for SC, STs and OBCs based on religion-based reservation. Prime Minister was very clear, we don't have any problem with Muslims being given reservation in a general condition of backwardness. Yes, വിദ്യാസാഗ, പിത്രോഡയുടേത് ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായി അങ്ങനെ ചുരുക്കി കാണാൻ പറ്റുമോ? നോക്കൂ, ഇവിടെ കോൺഗ്രസ് എന്ന പാർട്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? വെള്ളക്കാരന്റെ ഭരണത്തെ പരമാവധി ഇവിടെ തുടരാൻ വേണ്ടി തുടങ്ങിയ പാർട്ടിയാണെന്നുള്ളത് പ്രസന്റ് ചെയ്യുന്ന സുഹൃത്ത് ഒരു പക്ഷേ വിയോജിച്ചേക്കാം. അദ്ദേഹത്തിന് വിയോജിപ്പ് വരുമ്പോൾ നിറം ഒരു വലിയ ഘടകമാണോ എന്ന് ചോദിച്ചാൽ വിദ്യാസാഗർ, ക്ലിയർ ആവുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്, സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കളുടെ വാക്കുകൾ മുറിഞ്ഞാണ് കേൾക്കുന്നത്. അംശു, അണ്ണാമലയുടെ പ്രസ്താവനയെ എങ്ങനെ കാണുന്നു? ഹലോ, ഞാനിങ്ങ് മുറിഞ്ഞാണ് കേൾക്കുന്നത്. അനിൽ നമ്പ്യാരും പറയണ്ടല്ലോ, മുറിഞ്ഞാണ് കേൾക്കുന്നത്. യെസ്, അംശുലാൽ അണ്ണാമലയുടെ പരാമർശത്തെ എങ്ങനെ കാണുന്നു? അതായത് മതാധിഷ്ഠിത സംവരണം നടപ്പിലാക്കുക, എനിക്ക് അണ്ണാമലയുടെ ഭരണഘടന അട്ടിമറിക്കാൻ മതാധിഷ്ഠിത സംവരണം, അത് കൊണ്ടുവരിക, അതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു സെന്റൻസ് അയാളുടെ മനസ്സിൽ നിന്ന് തോന്നി പറഞ്ഞു, ഞാൻ എന്തിനാണ് അഭിപ്രായം പറയണേ? എനിക്ക് മനസ്സിലാവില്ല. കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ബാധ്യതയുണ്ട്. അണ്ണാമലയ്ക്ക് ഉറക്കത്ത് തോന്നിയ ഒരു കാര്യത്തിനെ കുറിച്ച് മറുപടി പറയാൻ ഞാനാരാണ്? അദ്ദേഹത്തിന് തോന്നിച്ച മാത്രമല്ലേ അദ്ദേഹം പറഞ്ഞത്. എങ്കിലും കോൺഗ്രസിന്റെ അജണ്ട അത് തന്നെയല്ലേ, അല്ലാതെ പിത്രോഡയെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുവോ? നിങ്ങൾക്കത് പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, പക്ഷേ അതിന്റെ ഗുരുതര സ്വഭാവമാണ് അണ്ണാമലയെ പോലുള്ളവർ അഡ്രസ് ചെയ്യുന്നത്. എന്നെ കുറച്ച് സംസാരിക്കാൻ അനുവദിക്കും. അതായത് എന്നെ ഈ കേൾക്കുന്ന പ്രേക്ഷകരിൽ കുറച്ചു പേരെങ്കിലും ഈ പറഞ്ഞ ബ്രെയിൻ വാഷ്ഡ് അല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ എന്നുള്ളതിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് പിന്നെയും ചോദിക്കാം. ഞാൻ നേരത്തെ വായിച്ച സെൻറ്റൻസ് വേണമെങ്കിൽ അനിൽ നമ്പ്യാർക്ക് ഒന്നും കൂടെ വായിച്ചു തരാം. ഇതിലെവിടെയാണ് ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന വാക്കുള്ളത്? ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ട് പോയി, ഒരാൾ പറയുമ്പോൾ അങ്ങനെയല്ല, അത് അധിക്ഷേപം ഉണ്ടാവും. ഇതിലെവിടെയാണ് അധിക്ഷേപം ഉണ്ടാവും? നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. എവിടെയാണ് അധിക്ഷേപം ഉണ്ടാകുന്നത്? നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെ കാണുമ്പോൾ ചൈനക്കാരെ പോലെ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിലെവിടെയാണ് അധിക്ഷേപം ഉള്ളത്? അതുപോലെ നോർത്തിലുള്ള ആളുകൾക്ക് കുറച്ച് വെളുപ്പുള്ള ആൾക്കാരാണ്, സൗത്തിലുള്ളവരെല്ലാം ആഫ്രിക്കക്കാരാണോ? നിങ്ങളും ഞാനും ഒക്കെ ആഫ്രിക്കക്കാരാണോ? അത് കാരണം നിങ്ങളും ഞാനും ഒക്കെ കറുത്തവരാണല്ലോ? ആണോ? അല്ലല്ലോ. നിങ്ങളും ഞാനും ഒക്കെ നീഗ്രോസ് ആണോ? അല്ല, നീഗ്രോസ് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആഫ്രിക്ക. അല്ല, ഞാനാളെ എനിക്ക് ബേസിക്കലി നിങ്ങളുടെ നേതാവാണ് അധീർ രഞ്ജൻ ചൗധരിയാണ്. ഒരു സംസാരം പറയുമ്പോൾ എക്സാമ്പിൾസ് അല്ല, കുറെ കൂടി അതിന് വീണ്ടും ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ നേതാവാണ് സർ, അധീർ രഞ്ജൻ ചൗധരി. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ ശ്രീജിത്ത് പണി അതിനെക്കുറിച്ച്
ഇത് ഹലോ കേൾക്കാവോ? കേൾക്കാം പറഞ്ഞു. ശരിക്കും ഇതൊരുമാതിരി ആടിനെ പിടിച്ച് പട്ടിയാക്കണ ഏർപ്പാടാണ് അനിൽ നമ്പ്യാർ ചെയ്തത്. ഓക്കെ നിങ്ങൾ ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുക. ആടിനെ പിടിച്ച് പട്ടിയാക്കുന്നു എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് അംശുലാൽ. അല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ അതോ നിങ്ങൾ പൊട്ടം കളിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. യെസ്, വിദ്യാസാഗറിലേക്ക് ഒന്ന് പോട്ടെ പ്ലീസ്. വിദ്യാസാഗർ കേൾക്കാമോ? അനിൽജി കേൾക്കാമോ? കൃത്യമായിട്ട് ഒറ്റ കാര്യമുള്ളൂ എനിക്ക് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന് www.inc.org കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ കോൺഗ്രസ് പ്രസിഡന്റ്സിന്റെ പേരിൽ നിന്ന് സീതാറാം കേസരി എന്ന കറുത്തവൻ അങ്ങനെ പറയട്ടെ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഒരു ചോദ്യമാണ്. അതിന് കാരണം നോക്കൂ, വൈറ്റ് സുപ്രമസി കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു അടവ് നയമാണ്. നമ്മളത് മനസ്സിലാക്കണം. കേവലം സാം പിത്രോടെ അല്ല ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. കേവലം സാം പിത്രോയുടെ സ്റ്റേറ്റ്മെന്റ് വൈറ്റ് സുപ്രമസി. എന്തുകൊണ്ട് തലയ്ക്കകത്ത് വെളിവും കർമ്മശേഷിയുള്ള ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ എങ്ങനെ ഇപ്പോഴും ആ കസേരയിൽ തുടരുന്നു? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഈവൻ കോൺഗ്രസിന്റെ വളരെ ആത്മാർത്ഥയുടെ പ്രവർത്തകർ എന്നോട് ചോദിക്കുന്നതാണ്, സർ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നം ഈ ഒരു വിഡ്ഢി ഇതിന്റെ മുകളിൽ കയറി ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ ഒപ്പുവെച്ച കലം പോലെ എന്ന് പറയാൻ കാരണം ദിസ് ഇസ് ജസ്റ്റ് എ വൈറ്റ് സുപ്രമസി, ദ കോസ് ഓഫ് വൈറ്റ്. ഇപ്പൊ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ പറയും ബാസ് കാപ്പ് എന്ന് പറയും. ബാസ് കാപ്പ് എന്ന് പറഞ്ഞാല് ഒരു വളരെ ചെറിയ ശതമാനം വെള്ളക്കാർ ബഹുഭൂരിപക്ഷം ആഫ്രിക്കക്കാരെ ഭരിക്കുക എന്നുള്ള നയമാണ് ബാസ് കാപ്പ് എന്ന് പറയുന്നത്. ആ വൈറ്റ് സുപ്രമസി കോൺഗ്രസിലുള്ള ഏറ്റവും വലിയ തെളിവ്. കോൺഗ്രസിന്റെ വൈറ്റ് സുപ്രമസിയുടെ ഇരയാണ് സീതാറാം കേസരി എന്ന് നിസ്തർക്കം പറയാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തത് കേൾക്കാലോ അനിൽജി? കേൾക്കാം. രണ്ടാമത്തത് കോൺഗ്രസ് പ്രസിഡന്റ്സ് നരസിംഹറാവുവിന് ശേഷമുള്ള കാലഘട്ടത്തിൽ 1996 ഇലക്ട് ചെയ്യപ്പെട്ട AICC ബീഹാർ BCCയിൽ നിന്ന് വന്ന ബീഹാർ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് വന്ന പടിപടിയായി ഉയർന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പോസ്റ്റർ ഇട്ടിച്ച് വന്നയാളാണ് സീതാറാം കേസരി. അങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്ന AICCയുടെ പ്രസിഡന്റ് ആയിരുന്നു സീതാറാം കേസരി. ആ സീതാറാം കേസരി ഒരു മിഡ് ടേം ഇലക്ഷനിൽ എന്തോ കോൺഗ്രസ് തോറ്റതിന്റെ പേരിൽ അതൊരു കാരണമാക്കി വെച്ചുകൊണ്ട് സോണിയാഗാന്ധിയെ അവിടെ ചിരപ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി കോൺഗ്രസിലെ പല ആളുകളും, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ താരിഖ് അൻവർ അടക്കമുള്ള ആളുകൾ അന്ന് അതിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. താരിഖ് അൻവർ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടിട്ട് NCP ചേർന്നു, തിരിച്ചു വീണ്ടും കോൺഗ്രസിൽ വന്നു. അപ്പോ താരിഖ് അൻവർ പറഞ്ഞിട്ടുണ്ട്, താരിഖ് അൻവറിനെ കൈകാര്യം ചെയ്യുന്ന ശാരീരികമായിട്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്ന എന്തിനെ സോണിയക്കെതിരെ നിന്ന്, അതുകൊണ്ടാണ് അയാൾ കോൺഗ്രസ് വിട്ടത്. അപ്പൊ സോണിയക്കെതിരെ ആരും നിൽക്കാതിരിക്കുക, ഇറ്റാലിയൻ സുപ്രമസി ഉറപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളതിന് സീതാറാം കേസരിയിൽ പരം ഒരു ഉദാഹരണം ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്നിപ്പോ മറ്റേ ചൗധരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എൻ ടൈപ്പ് പീപ്പിൾ എന്നാണ്. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈപ്പ് മീൻസ് നിഗർ. നിഗർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നീഗ്രോ. എൻ ടൈപ്പ്, ഇന്ത്യയിലെ എൻ ടൈപ്പ് പീപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ എൻ ടൈപ്പ് ഇറ്റ്സ് എന്താ പറയുക, ലൗസി സ്റ്റേറ്റ്മെന്റ്, വളരെ മോശപ്പെട്ട സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എൻ ടൈപ്പ് ആളുകളും മംഗോളിയൻ ടൈപ്പ് ആളും ഇന്ത്യയിലുണ്ടെന്നാണ്. അങ്ങനെ മാത്രമല്ലല്ലോ ഇന്ത്യയിലുള്ളത്. അങ്ങനെ പറയുമ്പോ കശ്മീരിലെ പല മുസ്ലിം മത നേതാക്കളുടെയും ഛായയുള്ള അല്ലെങ്കിൽ കശ്മീരിലെ പല മുസ്ലിം നേതാക്കന്മാരുടെയും ഛായയുള്ള പിന്നെ ഇരട്ട പൗരത്വമുള്ള ആളുകൾ ഇന്ത്യയിലെ. അപ്പൊ ഇന്ത്യൻ ജനതയെ നോക്കിയിട്ട് എൻ ടൈപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ നീഗ്രോസ് ഉണ്ടോ? അപ്പൊ കറുത്തവരെയാണ് ഈ പറയുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കോൺഗ്രസിൽ വൈറ്റ് സുപ്രമസി ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ സാം പിത്രോദ എന്ന് പറഞ്ഞ ആള് എന്നെന്നും രാഹുൽ ഗാന്ധിയുടെ സമാധി വരെയും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായി തുടരണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം അത്രയും കാലവും മോദിയും യോഗിയും ഒക്കെ ഇന്ത്യ ഭരിച്ചോളൂ. കാരണം ഒരു വിഡ്ഢി ഉപദേശകനായിരിക്കുമ്പോൾ പൊട്ടൻ ഏത് കുളത്തിലും ചാടും. അതിന്റെ ഞാനിവിടെ കോൺഗ്രസിന്റെ റിസൾട്ട് എന്താണ്? ഒരു മിഡ് ടേം ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റു എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് സീതാറാം കേസരിയെ പോലെ അനുഭവവും പ്രവൃത്തി പരിചയമുള്ള ഒരു കറുത്തവനെ, നിങ്ങളുടെ ഭാഷയിൽ പറയാണ്, ഒരു കറുത്തവനെ അല്ലെങ്കിൽ മംഗോളിയൻ മുഖമുള്ളവനെ കോൺഗ്രസ് തൂക്കി വലിച്ചെറിഞ്ഞത്. സോണിയെ അവിടെ പ്രതിഷ്ഠിക്കണം. സോണിയാഗാന്ധി എന്ന സ്ത്രീ അവിടെ ഈ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് തുടങ്ങിയ ശേഷം കോൺഗ്രസ് ഓരോ വർഷവും 2 തവണ ഭരണം കിട്ടിയെന്നുള്ളത് ശരി തന്നെ. അപ്പോൾ പോലും കോൺഗ്രസിന്റെ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച തുടങ്ങിയതാണ്. ഇന്ന് കോൺഗ്രസ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല. ഇപ്പൊ ജോഡോ യാത്രയേക്കാൾ വലിയ എന്ത് യാത്രയാണ് ഇനി വരാൻ പോകുന്നത് എനിക്കറിയില്ല. ഇന്ത്യയിലെ സകല ചായക്കടയിൽ നിന്നും പഴംപൊരിയും പോകേണ്ടിയും തിന്നിട്ടും
ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? അത് ഈ കോൺഗ്രസിന്റെ ഇറ്റാലിയൻ വിധേയത്വത്തിന്റെ ഫലമാണ്. അത് തന്നെയാണ് സാം പിത്രോഡ. ഉപദേശി എങ്ങനെ അതുപോലെയല്ലേ ഈ വിശ്വാസി ഉണ്ടാവുള്ളൂ. ഉപദേശി പറയുന്നത് എന്താണ്? ഉപദേശി പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ഇപ്പൊ ഈസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ചൈനീസ് മുഖമുള്ളവരും, വെസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അറബികളെ പോലുള്ളവരും, പിന്നെ കശ്മീർ ഭാഗത്തേക്ക് സായിപ്പന്മാരെ പോലുള്ളവർ, അല്ല കശ്മീർ ഭാഗത്തുള്ള സായിപ്പിന്റെ മുഖമുള്ള ആളുകളുണ്ടല്ലോ കോൺഗ്രസിൽ ഇദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്നവര്. ദക്ഷിണേന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരെ പോലുള്ള ആളുകൾ എന്നാ പറഞ്ഞത്. ദക്ഷിണേന്ത്യക്കാരനായ കമലഹാസൻ ആഫ്രിക്കക്കാരനെ പോലാണ് ഇരിക്കുന്നത്, എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഇവിടെ ഈ രാജ്യത്ത് പലതരം തൊലി നിറമുള്ളവരുണ്ട്, പലതരം വർണ്ണങ്ങളുള്ളവരുണ്ട്. ഇതൊരു രാജ്യമാണ്. ഇതിനെ വെസ്റ്റ് ഈസ്റ്റ് എന്ന് വേർതിരിച്ച് സംസാരിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. ഇതാണ് നമ്മുടെ നിലപാട്. ഇതില് ഞാനതിന് എന്തുകൊണ്ട് സീതാറാം കേസരി ഉദാഹരണമൊക്കെ എടുത്തു വെച്ചാൽ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈഡ് ആയത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈഡ് ആക്കി? അതിന് കാരണം ഈ വൈറ്റ് സുപ്രമസിയെ, ഈ ബാസ് ക്യാപ്പിനെ കോൺഗ്രസിൽ ഇരുത്തുകയാണ്. സോണിയയും മക്കളും, ആ കുടുംബ ഭരണം, ഈ രാജഭരണം പോലെ, ക്വീൻ എലിസബത്തിന്റെ ഒക്കെ കുടുംബം പോലെ ഇവിടെ ഭാരതത്തിൽ ഒരു കുടുംബം, ആ കുടുംബം തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് അംശുമാൻ, ഞാനിപ്പോ ഇതുവരെ കേട്ടതിൽ, ഞാൻ ചർച്ചയിൽ പല കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്, ഇതുവരെ കേട്ടതിൽ ഏറ്റവും ലോജിക്കലായി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അംശുമാൻ. ഇപ്പൊ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ മനസ്സിലായി അംശുലാൽ. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മമായ അപകടമുണ്ട്. സാം പിത്രോദ ഉദ്ദേശിച്ചത് ഒരു പക്ഷെ ഇത്രത്തോളം വിഷം നിറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് തോന്നിയാൽ പോലും കോൺഗ്രസ് എന്താണ്? മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ഉപദേശമൊക്കെ, ഈ വ്യക്തിയുടെ ഉപദേശം സ്വീകരിക്കുന്ന കോൺഗ്രസ് ഇങ്ങനെ ആയത് എങ്ങനെയാണ്? ഇതുകൊണ്ട് നേരത്തെ ആരോ ശ്രീജിത്ത് ആണെന്ന് പറയുന്നത് കേട്ടത്, ഇപ്പോഴും പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ് സാം പിട്രോഡ. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ സാം പിത്രോഡയും ഈ രാഹുൽ ഗാന്ധിയും ഈ സോണിയാഗാന്ധിയും ഈ പ്രിയങ്ക ഗാന്ധിയും ഒന്നും മോദിക്കോ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ ഇന്നത്തെ നിലയ്ക്കുള്ള BJPക്കോ ഇനി വരുന്ന ഒരു 50 കൊല്ലത്തേക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിനെ മോദിയും കൂടി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പട്ടിക്ക് അറിയില്ല, തിരിച്ചറിയില്ല. കാരണം സാം പിത്രോദ ആരും കേൾക്കുന്ന, നോബഡി ഹിയർസ് സാം പിത്രോഡ. സാം പിത്രോദയ്ക്ക് എന്ത് വാർത്താ പ്രാധാന്യമാണ് ഭാരതത്തിലുള്ളത്? ഒരു പ്രാധാന്യമില്ല. രാഹുൽ ഗാന്ധിക്കുള്ള അത്ര പോലും പ്രാധാന്യം ഈ സാം പിത്രോദയ്ക്ക് ഭാരതത്തിൽ ന്യൂസ് പേപ്പേഴ്സ് കൊടുക്കുന്നില്ല. മോദി ഇത് പറഞ്ഞതുകൊണ്ട് സാം പിത്രോദയെ വയസ്സായ കാലത്ത് കുറച്ചു പേരോട് അറിയാനിടയായെന്ന് മാത്രം. അപ്പൊ നിങ്ങൾ പറയും അദ്ദേഹം അപ്പൊ നിങ്ങൾ പറയും സാം പിത്രോദ ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിന്റെ രാജാവാണ്, അദ്ദേഹം എഞ്ചിനീയർ ആണ്, അദ്ദേഹം അതാണ് ഇതാണ്. ആ അച്ചീവ്മെന്റ്സിന്റെ ഒക്കെ 100 ഇരട്ടി. കാരണം 60 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സിന്റെ 100 ഇരട്ടി ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടും നരേന്ദ്രമോദി കാഴ്ചവെച്ചു എന്നുള്ളത് കണക്കെടുത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത്, സാം പിത്രോദയെ പോലെ ഒരു ഗോഡ് ഫാദറിനെ കെട്ടി എഴുന്നള്ളിച്ച് ഒന്നും കൊണ്ടുനടക്കേണ്ട കാര്യം ഭാരതത്തിലെ ആളുകൾക്കില്ല. ഇന്ന് ഭാരതം ലോകം ഉറ്റുനോക്കും വണ്ണം അത്രയധികം ടെക്നോളജിക്കലിയും ഡിജിറ്റലിയും ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറവുകളില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഏത് ഭരണത്തിലുള്ളതുപോലെ കുറവുകൾ ഉണ്ടാവാം. പക്ഷേ മോദിയുടെ ഭരണം മാറിയാൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് മോദിയെ വീണ്ടും വീണ്ടും ആളുകൾ ഇലക്ട് ചെയ്യുന്നത്. മോദി ഭരണം അവസാനിക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അംശു ലാലിന് തന്നെ കാണാം, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കാണാം കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്. ഈ സാം പിത്രോദയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൂടി എവിടേക്കാണ് കോൺഗ്രസിനെ നയിച്ചത്? ഈ സീതാറാം കേസരിയെ ഒരു ഇലക്ഷൻ തോൽവിയുടെ പേരിൽ ചവിട്ടി പുറത്താക്കിയവർ ഇപ്പോൾ തുടരെ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും തോറ്റു തുന്നം പാടുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനിയുള്ള ഇലക്ഷനിൽ കാണാം. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ നേതാവായ പിന്നെ രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയെയും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് പലപ്പോഴും BJP നേതാക്കൾ കളിയാക്കി സംസാരിക്കാറുണ്ട് രാഷ്ട്രീയമായി. പക്ഷെ മോദിയെ എപ്പോഴും കോൺഗ്രസിന്റെ എല്ലാ ഹാൻഡിലുകളിലും കളിയാക്കുന്നത് ചായക്കടക്കാരൻ എന്നാണ്. അത് തന്നെ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ചുള്ള പരിഹാസമല്ലേ? മോദിയെ നിങ്ങളുടെ കോൺഗ്രസിന്റെ എല്ലാ ലീഡേഴ്സും, രാഹുൽ ഗാന്ധി അടക്കമുള്ള ലീഡേഴ്സ് എല്ലാവരും തന്നെയും കളിയാക്കുന്നത് ചായക്കടക്കാരെന്നാണ്. അപ്പൊ ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ആയിക്കൂടാ. അച്ഛനും മുത്തച്ഛനും ഒക്കെ പ്രധാനമന്ത്രിയായ കുടുംബത്തിൽ നിന്ന് മാത്രമേ, വൈറ്റ് ലീനേജിൽ മാത്രമേ പ്രധാനമന്ത്രി പോലും വരാൻ പാടുള്ളൂ എന്നുള്ള അത്യന്തം അപകടം പിടിച്ച ഏറ്റവും മോശപ്പെട്ട നിന്ദ്യമായ ഒരു കമന്റ് അല്ലേ അത്? അത് ഒരിടത്ത് മാത്രമല്ല, wherever you see congressmen commenting on the social platforms, you can see this comment.
ഇത് എപ്പോഴും ഒരു പറയുന്നതാണ്, ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായി ചായക്കട. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഓക്സ്ഫോർഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നിട്ട് 10 വർഷം ബാക്ക് സീറ്റ് ഡ്രൈവിംഗിലൂടെ, ബാക്ക് സീറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, പുറകിലിരിക്കുന്ന ആൾ പറയും അടുത്തോട്ട് തിരിക്കണം, വലത്തോട്ട് തിരിക്കണം, അങ്ങോട്ട് ചാട്ട കുഞ്ഞിരാമ എന്ന് പറയും. അതുപോലെ ഭരിച്ച 10 വർഷം കൊണ്ട് എന്തിനാണ് അനിൽ വരാം, താങ്കളിലേക്ക് വരാം. ഒന്ന് അവസാനിപ്പിക്കട്ടെ, അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുത്തുള്ളൂ. അംശു അതേ 8 മണിക്ക് ശേഷമാണ് സംസാരിച്ചു തുടങ്ങിയത്. പ്ലീസ് നിങ്ങൾ അതിലധികം സംസാരിച്ചു. അതേ പറയട്ടെ. പ്ലീസ്. എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്, കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നിരന്തരമായിട്ട് നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വളർന്നു വന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യം വെച്ച് കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നല്ല പെർഫോമർ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും 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 ഇലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. ഈ കോൺഗ്രസിന്റെ ഈ വൈറ്റ് സുപ്രമസി, ഈ ബാസ്കാപ്പ് എന്ന് പറയുന്ന വൈറ്റ് സുപ്രമസിയുടെ ഫലമായിട്ടാണ് കോൺഗ്രസ് തകരുന്നത്. ആ കോൺഗ്രസിന്റെ തകർച്ചയ്ക്കുള്ള അവസാനത്തെ ആണിയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും ഉപദേശിയായിട്ടുള്ള സാം പിത്രോദ അടിച്ചിരിക്കുന്നത്. ആണോ അല്ലയോ അംശു? അല്ല, ഇതിൽ ഒന്നാമത്തെ മറ്റേ ആൾ പോണതിന് മുമ്പേ ആൾക്ക് 8 മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ സമയം അയാൾക്ക് കൊടുത്തു. ഇയാൾ 8 മണിക്ക് ശേഷമേ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ബഹുമാനം കാണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഏറ്റവും ആദ്യമായിട്ട്. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞ് ഇറ്റാലിയൻ എന്നൊക്കെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു. ഋഷി സുനക് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആകുമ്പോൾ അദ്ദേഹം പ്രൗഡ് ഇന്ത്യനാണ് അല്ലേ? നമ്മളതിൽ ഭയങ്കരമായിട്ട് അഭിരമിക്കുന്നു, ഒരു ഇന്ത്യൻ വംശജൻ അവിടെ പ്രധാനമന്ത്രി ആയതിൽ അല്ലേ? ഞാനതിൻ്റെ കൂടെ അദ്ദേഹത്തിനോട് ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹവും അഭിമാനിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ ഇന്ത്യൻ വംശജൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത്. ഓക്കെ, ഇനി എന്താണ് എനിക്ക് ഇദ്ദേഹത്തിനോട് ഉത്തരം എനിക്ക് വിദ്യാസാഗറിനോട് പറയാനുള്ളത്, രാഷ്ട്രീയപരമായ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ആവാം. ഞാൻ കുറച്ചുകൂടെ സംയമനം വാക്കുകളിൽ സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. തീവ്രതയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ടു ബി ഫ്രാങ്ക്. ഞാൻ വയലൻസിൽ വിശ്വസിക്കുന്നില്ല, വാക്കുകളിൽ പോലും വയലൻസ് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം എ ട്രൂ കോൺഗ്രസ് മാൻ. വാക്കുകളിൽ പോലും വയലൻസ് ഉണ്ടാവാൻ പാടില്ല. ഐ ലവ് യു. ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളെ പൂർണ്ണമായും സ്നേഹിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, വിത്ത് ഓൾ റെസ്പെക്ട്. കാരണം എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, എന്നെ സ്നേഹം പഠിപ്പിക്കുന്നത് എൻ്റെ നേതാവാണ്. ഓക്കെ, അത് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിഡ്ഢി എന്ന് വിളിച്ചോളൂ, നിങ്ങൾ പപ്പു എന്ന് വിളിച്ചോളൂ, നിങ്ങൾ എന്തും വിളിച്ചോളൂ. സമയം അദ്ദേഹത്തിനെ എവിടെ നിർത്തും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇതിലും വലിയ പഴികൾ കേട്ട പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മുമ്പും. ഈവൻ മഹാത്മാഗാന്ധിയെ പോലും എടുത്താൽ അദ്ദേഹം കേട്ട പഴികളിൽ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും പഴികൾ കേട്ടിട്ടേ ഇല്ല. ഓക്കെ, വെരിവേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടെ ചേർക്കാനുള്ളൊരു അഭ്യർത്ഥന, ഈ അനാവശ്യമായ വിദ്വേഷം ഇന്ത്യയിലെ നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനോട് കാണിക്കാതിരിക്കൂ. മോദിയിൽ നിന്ന് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കൂ. മോദിയിലുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് നിങ്ങളിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കോൺഗ്രസിനോടുള്ള ഭീകരമായ വിദ്വേഷം. ജനാധിപത്യം മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം വളരെ അത്യാവശ്യമാണ്. നമുക്ക് സ്നേഹത്തോടെയും സംയമനത്തോടെയും പരിഹാസത്തെ ഒഴിവാക്കിയും സംസാരിക്കാം. വലിയ ഗ്രൗണ്ട് ഉണ്ട് അതിന്, വലിയ സാധ്യതകളുണ്ട് അതിന്. നമ്മുടെ രാജ്യത്തിന് അതാണ് ഇന്ന് വേണ്ടത്. അതുകൊണ്ടാണോ കോൺഗ്രസ്സുകാർ എനിക്ക് ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഇദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടാവും അല്ലേ, അദ്ദേഹത്തെ നമ്മൾ പ്രസിഡൻ്റായി. അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം പറഞ്ഞ വൈറ്റ് സുപ്രമസിയിൽ നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനരഹിതമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രമാത്രം വിദ്വേഷത്താൽ മൂടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്ന് ഞാൻ ഭയക്കുകയാണ് സത്യം പറഞ്ഞ. ശരി, അപ്പോൾ അതാണ് റബ്ബർ സ്റ്റാമ്പിനെ കറുത്തവനാക്കാന്നാണോ അദ്ദേഹം? അതായിരിക്കുമോ വിദ്യാസാഗർ? എനിക്കറിയില്ല. എനിക്ക് അത്തരം ചീപ്പായ വാദത്തിൽ മറുപടി പറയൽ പോട്ടെ, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും താല്പര്യമില്ല, ടു ബി ഫ്രാങ്ക്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തോട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ എനിക്കിട്ടിട്ടുള്ള ഒരു വിലയിൽ നിന്ന് സംസാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അന്ധമായ വിദ്വേഷത്തിൽ നിന്ന് അദ്ദേഹം പകർത്തിയെടുത്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വികസനത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഇത്രയും വർഷക്കാലത്തെ BJPയുടെ
അല്ല, കോൺഗ്രസിൻ്റെ ഭരണത്തേക്കാൾ 10 മടങ്ങ് 100 മടങ്ങ് വികസനം ഈ 10 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നും പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യാൻ. ജനം ടി വിയോട് ഞാൻ ഒരു ആത്മവിമർശത്തിനായി ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിച്ചു? ഡൽഹിയിൽ ഞാനും അനിൽ നമ്പ്യാരും ഉണ്ടായിരുന്ന ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഡൽഹിയിൽ വെച്ച് നമ്മളൊരു വികസനത്തിൻ്റെ ചർച്ചകൾ നടത്തുന്നതിനുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഞാൻ ആ വികസനത്തിൻ്റെ ഫുൾ ഷീറ്റുമായി വന്നിട്ട് അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി പഠിച്ചു വന്നിട്ട് അന്ന് മുഴുവനും സംസാരിച്ചത് എന്താണ് എന്നുള്ളത് അനിൽ നമ്പ്യാർക്കറിയാം. പൂർണ്ണമായും ചർച്ച വഴിതിരിച്ച് ആ കശ്മീർ വിഷയത്തിലും ഭീകരവാദ വിഷയത്തിലും ഖാലിസ്ഥാൻ വിഷയത്തിലേക്കൊക്കെ ചർച്ച ഒരിക്കൽ പോലും ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് തയ്യാറാകേണ്ടതുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാം, ജനം ടി വി എന്ന് പറയുന്ന ഒരു മാധ്യമം, ആ മാധ്യമത്തിൻ്റെ ധർമ്മത്തിൽ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം? ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാമായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ 50% മാത്രമാണ് പോളിംഗ് നടന്നിട്ടുള്ളത് ഒരു ഫേസിൽ. അത് ജനങ്ങൾക്കിടയിൽ എന്താ പറയുക, നിലനിൽക്കുന്ന ഭരണകൂടത്തിനോടുള്ള ഫ്രസ്ട്രേഷൻ ആണോ അല്ലയോ എന്ന് നമുക്ക് ചർച്ച ചെയ്തുകൂടെ? വളരെ സ്വാഭാവികമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? തരംഗം നിലനിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ അത്? ഏറ്റവും വലിയ ഉദാഹരണം എന്തേ അത് ചർച്ച ചെയ്യാത്തെ? മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ വളരെ ഗൗരവത്തോടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാൻ, എനിക്ക് പ്രേക്ഷകരോടാണ് സംസാരിക്കാനുള്ളത്. ടു ബി ഫ്രാങ്ക്, ഈ മാധ്യമം ഞാൻ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊക്കെ സ്നേഹത്തോടെ ജീവിക്കാന്നേ. ഈ വിദ്വേഷങ്ങൾ നമ്മുടെ മനസ്സിൽ കുത്തി നിറക്കുന്ന ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാം. സമൂഹത്തിൽ ഏതെങ്കിലും വിഭാഗത്തിനെ എന്താ പറയുക കോർണർ ചെയ്യുന്നതിനെതിരെ നമുക്ക് സംസാരിക്കാം. തുല്യനീതിക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാം. നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വിദ്വേഷത്തെ മറക്കാം. നമുക്ക് സ്നേഹത്തെ പഠിക്കാം. ഇത് പോസിബിളാണ്. തെരഞ്ഞെടുപ്പിൽ അത് പോസിബിളാണ്. BJPയും കോൺഗ്രസും തോളോട് തോൾ ചേർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ വർഗീകരണ രാഷ്ട്രീയത്തിൻ്റെയും വിവേചന രാഷ്ട്രീയത്തിൻ്റെയും കലുഷിതമായ സാധ്യതകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ച് സംസാരിക്കാം, ജനത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാം. അതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി പോലും അൺഫോർച്ചുനേറ്റ്ലി എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോനെ പോലും വക്രീകരിച്ച് എത്ര നീചമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്? എത്ര നീചമായ രീതിയിൽ, എത്ര വലിയ കള്ളമാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, കഴിഞ്ഞ ഒരുപാട് വർഷം വാജ്പേയി ഉൾപ്പെടെ, അത് ഞാൻ പറയും, വാജ്പേയി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിനെയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് മാനിഫെസ്റ്റോന്റെ പേരെടുത്ത് പറഞ്ഞ് അനിൽ നമ്പ്യാർ മാധ്യമ പ്രവർത്തകൻ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുവാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പറയൂ, എവിടെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? അപ്പൊ പച്ച കള്ളല്ലേ പറയണേ? അദ്ദേഹം ഇന്നലെ പോലും അദ്ദേഹം പറഞ്ഞ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു തോക്കും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് അദ്ദേഹം വാരാണസിയിൽ മത്സരിക്കാൻ വരുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും ഒരു ചാനൽ, ഏതെങ്കിലും ഒരു വ്യക്തി രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്? അദ്ദേഹം എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എത്ര ബാലിശമായാണ് രാഷ്ട്രീയമായ വിജയത്തിന് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നെ വ്യക്തമല്ലേ? അവിടെയാണ് ഞാൻ അനിൽ നമ്പ്യാരോടും വിദ്യാസാഗറിനോടും നമുക്ക് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ രാജ്യ താല്പര്യം മുൻനിർത്തി സംസാരിക്കാൻ. അപ്പൊ നമ്മൾ ഞങ്ങളുടെ ഭരണകാലത്തിൽ അത് മാത്രമല്ല, എനിക്ക് ഒറ്റ കാര്യം പറയണം അംശു, ഒറ്റ കാര്യം പറഞ്ഞു നിർത്തിക്കൊള്ളാം. നിങ്ങൾ പറയുന്നു ഡിവൈസീവ് പൊളിറ്റിക്സ് പറയരുത്, വർഗീയത പറയരുതെന്ന്. എന്തുകൊണ്ടാണ് ഹിന്ദു ഹൃദയഭൂമി അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം മുഴുവൻ ഈ കോൺഗ്രസിന് ഇത്ര വെറുത്ത് തൂത്തെറിയാൻ കാരണം അറിയാമോ? അതിന് കാരണം മൻമോഹൻ സിംഗ് എന്ന നിങ്ങളുടെ പ്രധാനമന്ത്രി നടത്തിയ ഏറ്റവും വർഗീയപരമായ ഒരു പരാമർശമാണ്. അതായത് ഇന്ത്യയുടെ വിഭവശേഷിയുടെ ആദ്യത്തെ അധികാരികൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അത് വിഭജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് മോദി പറഞ്ഞതാണോ? അങ്ങനെ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ച പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അപ്പോഴത്തെ ഹിന്ദുക്കളൊക്കെ വെറും വാഴക്കല്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് മോദിയെ ഹിന്ദുക്കൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്.
അനിൽ നമ്പ്യാർ എനിക്ക് സ്വാതന്ത്ര്യം തരണം. വിദ്യാസാഗറിനോട് 1-to-1 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇല്ല, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഘട്ടത്തിലാവാം അംശു, മറ്റൊരു ഘട്ടത്തിലാവാം. അദ്ദേഹം അത് ഏത് വേദിയിലാണ് പറഞ്ഞതെന്ന് അറിയോ? ഏത് വേദിയിലാണെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ വിഭവശേഷി സ്വത്തും സമ്പത്തും മുസ്ലിങ്ങൾക്കാണ് ആദ്യത്തെ അധികാരം പറഞ്ഞാൽ ആ പ്രധാനമന്ത്രി പാർട്ടി ഒപ്പുവെച്ച കളം പോലെ ഇന്ത്യയിൽ ഇല്ലാതാവുന്ന തെളിവാണ് ഇന്നത്തെ കോൺഗ്രസ്. 2006 ഡിസംബർ 9 നടത്തിയ പ്രസംഗമാണ് മൻമോഹൻ സിംഗിന്റെ. ശരിയല്ലേ അംശു? ഓക്കെ, ഇനി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് മൈനോറിറ്റിയുടെ റൈറ്റിനെ കുറിച്ച് നടക്കുന്ന ഒരു സിംബോസിയത്തിലാണ്. ആ മൈനോറിറ്റികളിൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മൈനോറിറ്റികളിലേക്ക് സമ്പത്ത് എത്തുന്നു എന്ന് ഉറപ്പിക്കേണ്ടത് സെക്യുലർ രാജ്യമായ ഇന്ത്യയുടെ പ്രഥമമായ കർത്തവ്യമാണ്. അക്കൂട്ടത്തിൽ മൈനോറിറ്റികളിൽ ഏറ്റവും മുന്നിലുള്ള, മൈനോറിറ്റികളിൽ ഏറ്റവും അംഗസംഖ്യയുള്ള വളരെ കൃത്യമായി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ഈ കഷ്ണം മുറിച്ചെടുത്തിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ നഷ്ടപ്പെടുകയാണ്. വ്യക്തികളൊന്നുണ്ട്. നമുക്ക് മനസ്സാക്ഷി എന്ന് ഒരു കാര്യമുണ്ട്. മൻമോഹൻ സിംഗ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഡിവൈസ് സ്പീച്ചാണ് കോൺഗ്രസിനെ ഗതികളിൽ എത്തിച്ചത്. ഇനിയും ന്യായീകരിച്ചാൽ 50 കൊല്ലത്തേക്ക് നിലം തൊടുന്ന പറക്കും കോൺഗ്രസ്. അംശു കേരളത്തിൽ ഭൂരിപക്ഷത്തെ പിന്തുണച്ചതിനാണ് എ കെ ആന്റണിക്ക്, നിങ്ങളുടെ നേതാവ് എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. എ കെ ആന്റണിക്ക് ഭൂരിപക്ഷത്തെ പിന്തുണച്ചതിനാണ് ഒരു പരാമർശം ഉണ്ടായതിന്. യോഗക്ഷേമ സഭക്കാരെ അനുകൂലിച്ച് പറഞ്ഞതിനാണ് കോൺഗ്രസിന്റെ എ കെ ആന്റണി മൂലക്കിരുത്തിയിരിക്കുന്നത്. യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തിന് ഒരു നല്ല മുഖ്യമന്ത്രി പദം എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടിട്ടില്ല. എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചു. ഓക്കെ, എനിവേ ഞാൻ ഞാൻ കൈകൂപ്പി പറയാം, മുസ്ലിം ലീഗാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആന്റണിയെ താഴെ ഇറക്കിയത്, അല്ലാതെ പറയാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹിന്ദുക്കളെ ഒതുക്കിയതിന്റെ ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത്. മൻമോഹൻ സിംഗ് പറഞ്ഞത് തന്നെയാണ്. എനിക്ക് അവസാനിപ്പിക്കാം, സമയമായി. പ്ലീസ്, എനിക്ക് സംസാരിക്കാൻ അടുത്ത അല്ലല്ല എനിക്കിത് പറഞ്ഞു തുടങ്ങിയത് എനിക്ക് അവസാനിപ്പിക്കാൻ സമയം. ഞാൻ കൈകൂപ്പി പറയാം, ഈ വിദ്വേഷം വിദ്വേഷം മനസ്സിൽ നിന്ന് മൈനോറിറ്റിയുടെ വെൽത്ത് has been defeated by the people of India. അംശു, എന്തായാലും അംശു വിദ്യാസാഗർ ഗുരുമൂർത്തി, സമയ പരിമിതി ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അംശു തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇതേ പാനലിനെ വെച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, വിശദമായി. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.